വാർത്തകൾ വിശദമായി. കർണാടകയിലെ ദുരന്തമുഖത്ത് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായും നിരാശ നിറഞ്ഞൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. GPS ലൊക്കേറ്റ് ചെയ്ത ലോറി അവിടെ ഇല്ല എന്നൊരു വാർത്ത പുറത്തുവരുന്നു. ഇനി പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് നടക്കുക. അതാവട്ടെ കരയിൽ നടത്തിയ തെരച്ചിലിനേക്കാൾ അതീവ ദുഷ്കരവുമാണ്. ഏറ്റവും നിരാശ നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ദുരന്തഭൂമിയിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. രാത്രികാലത്ത് തെരച്ചിൽ ഉണ്ടാവില്ല എന്ന് രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്ന ദൗത്യസംഘം അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അഭിരാമി നൽകും. അഭിരാമി, പ്രതീക്ഷ നിലനിന്ന സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ അത് നിരാശക്ക് വഴിമാറുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പറഞ്ഞോളൂ. രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഏറെ നിരാശ നിറഞ്ഞ വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചത്. കർണാടകയിലെ അങ്കോലിയിൽ മണ്ണിടിച്ചിൽപ്പെട്ട് കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തെങ്കിലും ഇതുവരെ ലോറി കണ്ടെത്താനായിട്ടില്ല. റോഡരികിലെ മൺകൂനക്കരികിൽ അർജുൻ ഇല്ലെന്ന നിഗമനത്തിലാണ് ദൗത്യസംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന ഏക സാധ്യത എന്ന് പറയുകയാണെങ്കിൽ പുഴയിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കാം എന്നതാണ്. NDRFിന്റെയും രക്ഷാദൗത്യത്തിന്റെയും ഇനി തുടർച്ചയുള്ള തിരച്ചിൽ എങ്ങനെയായിരിക്കണം എന്നതിനുള്ള ഒരു മീറ്റിംഗും കൂടി നടക്കാനുണ്ട്. ഇതേ തുടർന്നുള്ള തിരച്ചിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു നിഗമനത്തിലെത്തുക. തിരച്ചിൽ നാളെ രാവിലെ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. പ്രദേശത്ത് രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധ്യമല്ലെന്ന് നേരത്തെ തന്നെ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ അറിയിച്ചിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത രൂക്ഷമായി തുടരുന്ന പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത്. മഴ കാരണം മണ്ണ് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വെള്ളം വീണ്ടും താഴേക്ക് ഒലിച്ചിറങ്ങുകയാണെന്നും ഇത് പ്രദേശത്ത് വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്നതായും രക്ഷാപ്രവർത്തകർ അറിയിച്ചിരുന്നു. സോളാർ സിസ്റ്റവും സൗണ്ട് നാവിഗേഷൻ ആൻഡ് ട്രേഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പ്രദേശം മുഴുവൻ പരിശോധിക്കാനാണ് ദൗത്യസംഘം ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന് വെല്ലുവിളികളും ഏറെയാണ്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ മുഴുവൻ മൺകൂനകളും പരിശോധിക്കേണ്ടതുണ്ട്. വെള്ളത്തിൽ നേവി സോളാർ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. സൈന്യം നിലവിൽ ഉപകരണങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതിനാൽ ഒരു റഡാർ അവർ നാളെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നാളെ ഉച്ചയോടെ അത് എത്തുമെന്നാണ് ദൗത്യസംഘം പറഞ്ഞിട്ടുള്ളത്. നിലവിൽ അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് കേരളം ഒന്നടങ്കം അക്ഷമയോടെ നോക്കിയിരിക്കുന്നത്. രാജേഷ്, തീർച്ചയായും ദുരന്തഭൂമിയിൽ നിന്നും ഏറ്റവും നിരാശ നിറഞ്ഞ വാർത്തകൾ തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു പ്രതീക്ഷ നൽകി അർജുൻ തിരിച്ചെത്തും എന്നൊരു വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. അത് എത്രത്തോളം സാർത്ഥകമാകും എന്നറിയുവാൻ ഇനി ഒരു സമയത്തിന് പോലും ഒരു സാധ്യതയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഏതായാലും ഇപ്പോഴും അർജുൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നു, നാട് പ്രതീക്ഷിക്കുന്നു അർജുൻ തിരികെ എത്തും എന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും വരും മണിക്കൂറുകൾ അക്കാര്യത്തിന് കൂടുതൽ വ്യക്തത നൽകും എന്ന് വിചാരിക്കുന്നു. വളരെ നന്ദി അഭിരാമി, ദുരന്തമുഖത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയതിന്. മറ്റു വാർത്തകളിലേക്ക്